Hi all, welcome back to video on Koestler theory. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ കോസ്ലർ തിയറിയുടെ തിയറി പാർട്ട് ഷോർട്ട് നോട്ട്സ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം ഈ വീഡിയോ കാണാം. ഈ വീഡിയോയിൽ നമ്മളൊരു ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Okay, but before going into the numerical method, let us see what are the various steps for solving a numerical problem. അപ്പോൾ നമുക്ക് method of independent variable last theory portion last video നമ്മൾ പറഞ്ഞു അതൊരു composite profile ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും ആദ്യം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് elementary profile independent elementary profile ആയിട്ട് എടുക്കണം. Okay, അപ്പോൾ നമ്മൾ ആദ്യം splitting of composite where ആണ് ചെയ്യുക splitting into individual parts. Okay, ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Suppose if we have a where structure like this, okay, where you have water up to this level, this is first pile and this is the second pile. അപ്പോൾ ഈ ഒരു pile portion വരുന്നത് നിങ്ങൾക്ക് ഒരു പാർട്ടായിട്ട് എടുക്കാം, ഈ ഒരു pile portion വരുന്നത് നിങ്ങൾക്ക് വേറൊരു പാർട്ടായിട്ട് എടുക്കാം. Suppose നിങ്ങൾക്ക് intermittent ആയിട്ട് വേറൊരു pile വരുന്നുണ്ടെങ്കിൽ third pile, അപ്പോൾ ഇതൊരു പോർഷൻ ആണ്, ഇതൊരു പോർഷൻ ആണ്, ഇതൊരു പോർഷൻ ആണ്. അത്തരത്തിൽ മൂന്ന് പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വാട്ട് യു വിൽ ഡു, യു വിൽ സ്പ്ലിറ്റ് ഇൻടു പാർട്സ്. നമ്മൾ അത് ചെയ്യും ഏറ്റവും ആദ്യം. രണ്ടാമത് നമ്മൾ ചെയ്യുക, വി വിൽ ഫൈൻഡ് ഔട്ട് uplift pressure. ഈ uplift pressure കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിലുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഇക്വേഷൻസ് ഒരിക്കലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സാം ഹാളിലോട്ട് ഗ്രാഫ് കോസ്ലർ കർവ്സ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ കോസ്ലർ കർവിൽ തന്നെ ഇക്വേഷൻസ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് ആ ഇക്വേഷൻ സ്റ്റിൽ വി ഡോണ്ട് ഹാവ് ടു യൂസ് ഇറ്റ്. നമുക്ക് ഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ അപ്ലിഫ്റ്റ് പ്രഷറിന്റെ വാല്യൂസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ അപ്ലിഫ്റ്റ് പ്രഷർ നമ്മൾ എടുക്കുക ഇൻ ടേംസ് ഓഫ് phi ആണ്, that is expressed as percentage of head. Suppose ഇവിടെ 2 meter ഉണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രഷർ, ഇവിടെയുള്ള പ്രഷർ 2 meter തന്നെയാണെങ്കിൽ നമ്മുടെ ഈ അപ്ലിഫ്റ്റ് പ്രഷർ എത്രയായിരിക്കും, 100% ആയിരിക്കും. 1 meter ആണെങ്കിൽ 50% ആയിരിക്കും. അത്തരത്തിലാണ് നമ്മൾ ഈ അപ്ലിഫ്റ്റ് പ്രഷർ എക്സ്പ്രസ് ചെയ്യുക ആസ് പെർസെൻറ്റേജ് ഓഫ് ഹെഡ്. ഇനി ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡിപെൻഡന്റ് പ്രൊഫൈൽസ് ആണെന്നാണ്. പക്ഷെ ഒരിക്കലും 1 is not independent of 3, it is dependent. പക്ഷെ നമ്മളിവിടെ എടുക്കുന്ന എന്താണ്, 1ന്റെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ അത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തിക്നെസ് ഓഫ് വെയർ അതൊരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി സപ്പോസ് മൂന്നാമത്തെ കേസാണ്, ഞാനിപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫ്ലോർ ടൈപ്പ് വെയർ ആണ് തന്നിരിക്കുന്നത്, അതല്ലാതെ ചിലപ്പോൾ നമുക്ക് വെയർ ടൈപ്പ് സ്ലോപ്പി ടൈപ്പ് ഒക്കെ ആവാം. അപ്പൊ അത്തരത്തിൽ സ്ലോപ്പ് ഉണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇതെല്ലാം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ സ്ലോപ്പ് കൺസിഡർ ചെയ്യുന്നില്ല, തിക്നെസ് ഓഫ് ഫ്ലോർ കൺസിഡർ ചെയ്യുന്നില്ല, അതിന്റെ സറൗണ്ടിങ് പൈൽ, ഇന്റർമീഡിയറ്റ് പൈൽ അല്ലെങ്കിൽ അഡ്ജസന്റ് പൈൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ കൺസിഡർ ചെയ്യാതെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് കറക്ഷൻസ് കൊടുക്കണം. So corrections in terms of thickness, നമ്മൾ തിക്നെസ് കൺസിഡർ ചെയ്യാതെയാണ്, ക്വസ്റ്റ്യനിൽ തിക്നെസ് തന്നിട്ടുണ്ട്, പക്ഷെ അത്തരത്തിൽ തിക്നെസ് തന്നിട്ട് പോലും നമ്മൾ അത് ചെയ്യാതെ കൺസിഡർ ചെയ്യാതെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ തിക്നെസ് കറക്റ്റ് ചെയ്ത് എടുക്കണം. രണ്ടാമത്തത് അഡ്ജസന്റ് പൈലിന് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, അഡ്ജസന്റ് പൈലിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അപ്പോൾ അഡ്ജസന്റ് അതിന്റെ കറക്ഷൻസ് നമ്മൾക്ക് കൊടുക്കേണ്ടി വരും. ആ കറക്ഷൻസിനെ നമ്മൾ ഇന്റർഫെറൻസ് ഓഫ് പൈൽ എന്ന് പറയും. ജസ്റ്റ് അഡ്ജസന്റ് പൈലിന്റെ ഇന്റർഫെറൻസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്ലോപ്പ് കറക്ഷൻ. അപ്പൊ ഇത്തരത്തിൽ 3 കറക്ഷൻസും കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇത് ഈ രീതിയിലാണ് നമ്മൾ ജനറലൈസ് ചെയ്തിട്ടുള്ള എല്ലാ ന്യൂമറിക്കൽ പ്രോബ്ലംസും വരിക. ഏറ്റവും ആദ്യം സ്പ്ലിറ്റ് ചെയ്യുക, അതിനുശേഷം അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കുക, അതിനുശേഷം കറക്ഷൻസ് കൊടുക്കുക. ഇനി അഗെയിൻ ഈ അപ്ലിഫ്റ്റ് പ്രഷർ എവിടെ കണ്ടുപിടിക്കുക, അപ്ലിഫ്റ്റ് പ്രഷർ അറ്റ് കീ പോയിന്റ്സ് ആണ് എടുക്കുക. സപ്പോസ് യു ഹാവ് എ പൈൽ, സപ്പോസ് ഈ ഫസ്റ്റ് പൈലാണ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചോ.
So that first pile is represented like this. Okay, വേറുണ്ട് അതിന്റെ താഴേക്ക് പൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൈലിന് ഈ പോയിന്റ്സിലേക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇവിടെ കീ പ്രഷർ പോയിന്റ്സ്. വൺ ഇസ് ദിസ് പോയിന്റ്, ഈ പോയിന്റ് ഇ ആയിട്ട് മാർക്ക് ചെയ്യുന്നു, പിന്നെ ഡൗൺ പോയിന്റ് ഡി ആയിട്ട് മാർക്ക് ചെയ്യുന്നു, ഇത് സി ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഇ ഡി സി ഇങ്ങനെ ഓരോ പൈലിന്റെ അടുത്തുള്ള ഈ പോയിന്റ്സ് ആണ് നമുക്ക് പ്രഷർ പോയിന്റ്സ്, കീ പ്രഷർ പോയിന്റ്സ്. അപ്പോൾ ഈ അപ്ലിഫ്റ്റ് പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കീ പോയിന്റ്സിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ കോസ്ല ഗ്രാഫ് അല്ലെങ്കിൽ കോസ്ല കേർവ്സ് എങ്ങനെയാണ് കോസ്ല കേർവ്സ് ഉള്ളത്, അത് ഏതൊക്കെ പൈലിന് ഏതൊക്കെ ഗ്രാഫ് അല്ല കേർവ്സ് യൂസ് ചെയ്യണം, എക്സിറ്റ് ഗ്രേഡിയന്റ് കേർവ് ഏതാണ്, അതൊക്കെ ഇനി ഒന്ന് കാണാം. അപ്പൊ ഇത് മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കോസ്ല കേർവ്സ് കണ്ടതിന് ശേഷം ന്യൂമറിക്കൽ മെത്തേഡിലേക്ക് പോവാം. സോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കേർവ്. അപ്പോൾ കോസ്ല കേർവ്, ഇതിൽ തന്നെ രണ്ട് ഗ്രാഫ് അല്ലെങ്കിൽ രണ്ട് കേർവ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഗാർഗിന്റെ ടെക്സ്റ്റിലെ കോസ്ല കേർവ് ആണ്. അത് രണ്ട് കേർവും, അതായത് ഈ ഒരു ടൈപ്പ് കേർവും ഈ ഒരു ടൈപ്പ് കേർവും കൂടി ഒറ്റ സിംഗിൾ ഷീറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്മയിലെ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കാം. അവിടെയാണെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ഷീറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എൻലാർജ്ഡ് വ്യൂ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിന്റെ എക്സ് ആക്സിസ്, എന്തൊക്കെയാണ് ഇതിന്റെ വൈ ആക്സിസ്, എവിടെയൊക്കെയാണ് ഇക്വേഷൻസ് ഉള്ളത്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പോർഷൻ, ഈ ഒരു പോർഷൻ, ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഗ്രാഫിലുള്ള വേറിന്റെ പിക്ചറാണ്. അപ്പൊ വേറിന്റെ പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഗ്രാഫ് ഏത് പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വലിയ കേർവിന്റെ ഫിഗർ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണ്. എല്ലാം കോസ്ല കേർവ് ആണ്. അപ്പൊ ഈ ഒരു ഫിഗർ ഇതൊരു വയർ സ്ട്രക്ചർ ആണ്. ഇതിന്റെ നടുക്കാണ് പൈല് കൊടുത്തിരിക്കുന്നത്, ഇന്റർമീഡിയറ്റ് പൈലാണ്. അപ്പൊ ഈ ഒരു മെയിൻ ഗ്രാഫ് നമുക്ക് ഏതിനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇന്റർമീഡിയറ്റ് പൈലിന്റെ അപ്ലിഫ്റ്റ് പ്രഷർ, കീ പോയിന്റ്സിലുള്ള പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. നേരെ മറിച്ച് ഇത് ഈ ഒരു ഗ്രാഫ് ഇവിടെ നോക്കുക, ഇത് അറ്റ് അപ്സ്ട്രീം എൻഡിൽ ഇവിടെ പൈലുണ്ട്, ഈ ഒരു ഫിഗറിലാണ് ഡൗൺ സ്ട്രീം എൻഡിൽ പൈലുണ്ട്, ഇവിടെയാണെങ്കിൽ ഡിപ്രസ്ഡ് ഫ്ലോർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വെയർ സ്ട്രക്ചേഴ്സിന് യൂസ് ചെയ്യാൻ, അതായത് നമുക്ക് അപ്സ്ട്രീം പൈലിന്റെ കീ പ്രഷർ പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഡൗൺ സ്ട്രീം പ്രഷർ പൈലിന്റെ കീ പ്രഷർ പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഗ്രാഫാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ട് ഗ്രാഫും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂസ് ആയി പോവരുത്. എപ്പോഴും ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫ് നമുക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോവാം. അപ്പൊ ആ ഗ്രാഫ് തെറവായിരിക്കണം, ഏത് ഗ്രാഫ് ഏതിനാണെന്ന്. അവിടെ കൺഫ്യൂഷൻ അടിച്ച് രണ്ട് ഗ്രാഫിൽ നിന്നും മാറി വാല്യൂ എടുക്കരുത്. അപ്പൊ ഈ മെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് പൈലിന്റെ ആണ്. ഈ ഒരു ചെറിയ ഗ്രാഫാണ് എന്തിൻ്റെത്? ഡൗൺ സ്ട്രീം ആൻഡ് അപ്സ്ട്രീം പൈൽ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ഫ്ലോർ. അപ്പൊ അതിൽ നമ്മൾ ഡിപ്രസ്ഡ് ഫ്ലോർ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ചെയ്യാറ് മിക്കവാറും അപ്സ്ട്രീം പൈലിന്റെയും ഡൗൺ സ്ട്രീം പൈലിന്റെയും അപ്ലിഫ്റ്റ് പ്രഷർ കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ, ഇനി എക്സിറ്റ് ഗ്രേഡിയന്റ് ഗ്രാഫും കൂടി ഒന്ന് നോക്കാം. സോ ഇതാണ് എക്സിറ്റ് ഗ്രേഡിയന്റ് ഗ്രാഫ്. ഓരോ ന്യൂമറിക്കൽ പ്രോബ്ലം വരുമ്പോൾ ഈ ഗ്രാഫൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. ഏറ്റവും സിമ്പിൾ കേസ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു സിമ്പിൾ പ്രോബ്ലം മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ പ്രോബ്ലത്തിലേക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. An impervious floor of wear on permeable soil is 16 meter long and has sheet piles at both ends. The upstream pile is 4 meter deep and downstream pile is 5 meter deep. The wear creates a net head of 2.5 meter. Neglecting thickness of the wear floor, calculate the uplift pressure at the junction of the inner face of the pile with wear floor using കോസ്ല കേർവ്സ്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു, കോസ്ല കേർവ്സ് അല്ലെങ്കിൽ കോസ്ല തിയറിയുടെ ഇക്വേഷൻസ് വെച്ചിട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? കോസ്ല കേർവ് വെച്ചിട്ടാണ്. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു 16 മീറ്റർ വെയർ ഉണ്ട്, ലോങ് ലെങ്ത്തിലുള്ള ഫ്ലോർ ഉണ്ട്. അതിന്റെ അപ്സ്ട്രീം സൈഡിൽ ഒരു 4 മീറ്റർ ഡീപ്പ് പൈൽ ഉണ്ട്, ഡൗൺ സ്ട്രീം സൈഡിൽ ഒരു 5 മീറ്റർ ഡീപ്പ് പൈൽ ഉണ്ട്.
അതിൻ്റെ ഫ്ലോറിൻ്റെ മുകളിലേക്ക് നെറ്റ് വാട്ടർ ഹെഡ് എത്രയാണ് 2.5 മീറ്റർ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. സോ ലുക്ക് ഹിയർ 16 മീറ്റർ ഉണ്ട്, 4 മീറ്റർ, 5 മീറ്റർ, 2.5 മീറ്റർ. ഇനി ഇതിന് ശേഷം നമ്മുടെ കീ പ്രഷർ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ കീ പ്രഷർ പോയിന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എടുക്കാൻ പോകുന്ന പൈലിൻ്റെ ഫ്ലോറിൻ്റെ ജസ്റ്റ് ഔട്ടർ സൈഡും ഇന്നർ സൈഡും, അതായത് ആ പൈലിൻ്റെ ഔട്ടർ സൈഡും ഇന്നർ സൈഡും മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഔട്ടർ സൈഡ് ഇ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു, ഇന്നർ സൈഡ് C1 ആയിട്ട് മാർക്ക് ചെയ്യുന്നു, ഡൗൺ സൈഡ് D ആയിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് പൈൽ ആയതുകൊണ്ട് തന്നെ ഇതിനെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, E1, D1, C1 കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 പൈലേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പൈലിന് സെയിം വേരിയബിൾ തന്നെ എന്തായി കൊടുത്തിരിക്കുന്നു, E2, D2, C2. ഓക്കെ, ഇത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുക. എന്താണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് uplift pressure at the junction of inner face, at the junction of inner face of the pile. അപ്പോൾ ഇവിടെ inner face of the pile ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? C1 വരുന്നുണ്ട്, E2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? uplift pressure of inner face, അതായത് ഫസ്റ്റ് പൈലിന്റെ കേസിലാണ് 5C1 കണ്ടുപിടിക്കണം, സെക്കൻഡ് പൈലിന്റെ കേസിലാണെങ്കിൽ 5E2 കണ്ടുപിടിക്കണം. ഇതല്ലാതെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ തന്നെ E1, D1, C1 ഉം E2, D2, C2 ഇങ്ങനെ 6 കീ പോയിന്റ്സിലെ പ്രഷറും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇന്നർ ഫേസിലുള്ള അപ്ലിഫ്റ്റ് പ്രഷർ മാത്രം കണ്ടുപിടിക്കുന്ന രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൂടുതൽ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന വീഡിയോകളിൽ കാണാം. അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്രോബ്ലം ചെയ്യണം എന്നുള്ളത് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് നമുക്ക് ഓരോരോ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ കോമ്പോസിറ്റ് ഫയൽ നമ്മൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 പൈലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അപ്സ്ട്രീം പൈൽ പോർഷൻ, രണ്ടാമത്തത് ഡൗൺ സ്ട്രീം പൈൽ പോർഷൻ. സോ ഫസ്റ്റ് സ്പ്ലിറ്റിംഗ് ഇൻ ടു പാർട്സ് അത് സംഭവിച്ചു. അപ്പോൾ നമുക്കത് ഫസ്റ്റ് അപ്സ്ട്രീം പൈൽ, അതായത് ഫസ്റ്റ് സ്പ്ലാട്ടിന്റെ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് മെത്തേഡ് ചെയ്യുന്നതെന്നും നോക്കാം. അപ്പോൾ അപ്സ്ട്രീം പൈൽ ലൈൻ എടുത്തു, E1, D1, C1 ഈ പോർഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വാട്ട് ഈസ് ദി ഡെപ്ത് ഓഫ് പൈൽ? ലെറ്റ് ഇറ്റ് ബി റെപ്രസെന്റഡ് ആസ് D. ഓക്കെ, D ഈക്വൽ ടു ഫസ്റ്റ് പൈൽ ആയതുകൊണ്ട് തന്നെ D ഈക്വൽ ടു D1 ഉം റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലി D ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ. ഇനി രണ്ടാമത് ഇതിന്റെ ബേസ് വിഡ്ത്ത്, അതായത് കംപ്ലീറ്റ് ബേസ് വിഡ്ത്ത് ഓഫ് ദി വയർ, അത് എത്രയാ തന്നിരിക്കുന്നത്? 16 മീറ്റർ. സോ ലെറ്റ് ഇറ്റ് ബി 16 മീറ്റർ. അപ്പോൾ ഈ 2 ഡീറ്റെയിൽസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതാണ് നോക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൽഫ. ആൽഫ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ B ആൻഡ് D. ആൽഫ ഈസ് ഈക്വൽ ടു B ബൈ D. ഓക്കെ, അപ്പോൾ ഇത് എത്രയായിരിക്കും? B ബൈ D എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും? B ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 4. ദിസ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അപ്ലിഫ്റ്റ് പ്രഷർ എവിടെയൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കീ പോയിന്റ്സ്. ഇവിടെ കീ പോയിന്റ്സ് ഏതൊക്കെയാണ്? 5E1, 5C1 ആൻഡ് 5D1. ഇതിൽ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ പ്രകാരം കണ്ടുപിടിക്കേണ്ടത് ആകെ ഏതാണ്? 5C1 മാത്രമാണ്. പക്ഷെ എന്നിരുന്നാലും എത്രയാണ് 5E1 എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 5E1 എന്ന് പറയുന്നത്, അതായത് ഈ ഒരു അപ്സ്ട്രീം, ഈ ഒരു ഇംപെർവിയസ് ഫ്ലോർ, വെയർ ഫ്ലോറിൽ കഴിഞ്ഞ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഓഫ് പെർക്കുലേഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഓഫ് സീപ്പേജ് തുടങ്ങാൻ പോകുന്ന ജസ്റ്റ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് E1. അപ്പൊ ഈ ഒരു E1 പോയിന്റിൽ നമുക്ക് വെള്ളം ഇങ്ങോട്ട് കയറി ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. യാതൊരു രീതിയിലുള്ള സീപ്പേജ് ലോസ് നമുക്ക് ആരംഭിച്ചിട്ടില്ല. അപ്പൊ ഇവിടെയുള്ള പ്രഷർ എത്ര തന്നെയാണ്, എത്രയാണോ വെള്ളം മുകളിലുള്ളത് അത്ര തന്നെ പ്രഷർ, അപ്ലിഫ്റ്റ് പ്രഷർ താഴെ നിന്ന് മുകളിലോട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അപ്പൊ ഇവിടെ എത്രയാണ് നമുക്ക് ഹെഡ് ഉള്ളത്? 2.5 മീറ്റർ ഉണ്ട്. അപ്പൊ 2.5 മീറ്റർ ഹെഡ് ഓഫ് പ്രഷർ എന്ത് ചെയ്യും? അപ്ലിഫ്റ്റ് പ്രഷർ ആയിട്ട് ആക്ട് ചെയ്യും. So there is no loss in the total head available over here. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്തായി പറയാം? 5E1 is equal to
100%. Okay, 100%. ഇതാണ് നമ്മൾ uplift pressure in terms of percentage of head എന്ന് പറയാറുണ്ട്. So 100% ആയിട്ട് represent ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് എന്ത് പറയാം? This is equal to 2.5 meter. Okay, 2.5 meter. അപ്പോൾ ഇങ്ങനെയാണ് phi E1. ഏതൊരു സ്ട്രക്ചറിന്റെ ആരംഭഘട്ടത്തിലുള്ള ഫസ്റ്റ് കീ പോയിന്റിൽ E1ൽ എന്തായിരിക്കും? There will be no loss in pressure. So complete 100% can be given as phi E1. ഇനി phi C1 ഉം phi D1 ഉം നമുക്കിവിടെ phi C1 ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടത് എവിടെ നിന്നാണ്? യൂസിങ് കോസ്ല കർവ്. അപ്പോൾ കോസ്ല കർവ് എടുത്ത് നോക്കാം. സോ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന കർവില് ഏറ്റവും ടോപ്പ് കോർണർ പോർഷനിൽ കാണിച്ചിരുന്ന കർവാണിത്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്സ്ട്രീം പൈലിന്റെ phi C1 ഉം phi D1 ഉം കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇത് അപ്സ്ട്രീം പൈലിന് യൂസ് ചെയ്യുന്ന ഗ്രാഫാണ്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാമല്ലോ, ദ ഫിഗർ റെപ്രസെന്റ് ആൻ അപ്സ്ട്രീം പൈൽ. അതേപോലെ ഇതേ ഫിഗർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഡൗൺസ്ട്രീം പൈലിന്റെ കേസിലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് phi C1 ഉം phi D1 ഉം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് നോക്കാനുള്ളത് phi C1 ആണ് അല്ലെ. അപ്പൊ phi C1 കണ്ടുപിടിക്കണം. ഇവിടെ ഇക്വേഷൻ ഉണ്ട്. phi C1 is equal to 100 minus phi E. അപ്പൊ 100 minus phi E. What is phi E? ഈ ഒരു ഗ്രാഫിൽ ലാസ്റ്റ് കർവ് ആണ് phi E. അപ്പൊ phi E കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? phi C1 കിട്ടും. അതേപോലെ phi D1. phi D1 എങ്ങനെയാ കണ്ടുപിടിക്കുക? 100 minus phi D. അപ്പൊ ഈ കർവേച്ചർ phi D ഉണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് phi D1 ഉം കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ phi E-ലും phi D-ലും കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടിയതിന് ശേഷം 100ൽ നിന്ന് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? phi C1 ഉം phi D1 ഉം കിട്ടും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആൽഫ എത്രയാണെന്ന് അറിയാം. ആൽഫ ഈക്വൽ ടു 16/4 ഈക്വൽ ടു 4 മീറ്റർ അല്ല 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഗ്രാഫിൽ തന്നിരിക്കുന്ന ടോപ്പ് ഹെഡിങ് നോക്കുക. വാല്യൂസ് ഓഫ് 1/ആൽഫയാണ് എടുത്തിരിക്കുന്നത്. 1/ആൽഫയാണ് കണ്ടുപിടിക്കുന്നത്. അതായത് D/B ആണ്. 4/16 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 1/ആൽഫ എന്ന് പറയുമ്പോഴേക്കും 1/ആൽഫ ഹൗ മച്ച് വിൽ ബി 1/ആൽഫ? ദിസ് വിൽ ബി ഈക്വൽ ടു 0.25. അപ്പൊ 0.25ൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. സോ ദിസ് ഈസ് 0.25. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് നേരെ വെർട്ടിക്കൽ ലൈൻ എന്ത് ചെയ്യുക? താഴേക്ക് പ്ലോട്ട് ചെയ്യുക. ടു ടച്ച് ദ കർവ് phi E and phi D. രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? phi E-ലേക്കും phi D-യിലേക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യുക. See here, ഞാനത് പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമ്മൾ phi C1 കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? phi E-ലേക്ക് പ്ലോട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഇതാണ് phi E-ലേക്ക് ദേ ഇവിടെ ടച്ച് ചെയ്തു. ഇവിടുന്ന് എന്ത് ചെയ്യുക? നേരെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. അതേപോലെ phi D1 കണ്ടുപിടിക്കണം. phi D കർവ് ആണ്. അപ്പൊ ഇവിടുന്ന് ഈ പോയിന്റ് എന്ത് ചെയ്യുക? നേരെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അപ്പൊ രണ്ട് പോർഷനിലേക്കും ഹൊറിസോണ്ടൽ ലൈൻ എന്ത് ചെയ്യുക? വരയ്ക്കുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇവിടെ ഒരു 43ൽ നിങ്ങൾക്ക് ഇത് വന്ന് മീറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇത് 43. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് phi C1 മാത്രമാണ്. നമുക്ക് phi C1 മാത്രമല്ലേ വേണ്ടൂ. phi D1 ആണെങ്കിലും എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റ് ഇത് ഏകദേശം 26 or 27 ആ ഒരു പോയിന്റിലേക്കാണ് എത്തുക. അപ്പോൾ phi D1 ആണെങ്കിൽ 100 minus 27 ചെയ്താൽ മതി. നമുക്ക് ഏതാണ് ആവശ്യം? phi C1 ആണ് ആവശ്യം. അപ്പോൾ phi C1 ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് phi C1 കിട്ടാൻ വേണ്ടിയിട്ട് phi E-ലേക്ക് പ്രൊജക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 43 ആണ്. അപ്പോൾ phi C1 എത്രയായിരിക്കും? 100 minus 43. അപ്പോൾ 100 minus 43 എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 57%. ഇങ്ങനെയാണ് അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ phi D ആണെങ്കിൽ 100 minus 27. അപ്പോൾ എത്ര കിട്ടും? നിങ്ങൾക്ക് 73% കിട്ടും. ലീവ് ഇറ്റ്. നമുക്ക് phi C1 മാത്രമേ വേണ്ടൂ. അപ്പോൾ 73% ലെറ്റ് ഇറ്റ് ബി ഓവർ ദേ. അപ്പോൾ നമുക്ക് ഇനി phi C1 ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ see here, നമുക്ക് phi E1 100 ആണെന്ന് അറിയാം. Now phi C1 also we have got it. എത്ര കിട്ടി? phi C1 is equal to, from Koslak curve we got it as 57% directly from Koslak curve. അതേപോലെ നമുക്ക് ഏത് കിട്ടിയിട്ടുണ്ട്? phi D1 ഉം കിട്ടിയിട്ടുണ്ട്. phi D1 equal to 100 minus
27. Okay, upon that will be equal to 73% നമുക്ക് അതും കൂടി കിട്ടിയിട്ടുണ്ട്. ഫൈൻ. ഇനി നമുക്ക് ഈ 5C1ലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. 5C1ൽ ഇനി എന്ത് ചെയ്യണം? കറക്ഷൻസ് ചെയ്യണം. അപ്പോൾ എത്തരത്തിലുള്ള കറക്ഷൻസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ തിക്നെസ് ഓഫ് ഫ്ലോർ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എവിടെയും ഇവിടെ തിക്നെസ് ഓഫ് ഫ്ലോർ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്ഷൻ ടു തിക്നെസ് ചെയ്യേണ്ട ആവശ്യമില്ല. തിക്നെസ് കറക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്, നമ്മളിവിടെ ഹൊറിസോണ്ടൽ ഫ്ലോർ ആണല്ലോ, അസംഷനും ഹൊറിസോണ്ടൽ ഫ്ലോർ ആണ്, നമുക്ക് തന്നിരിക്കുന്നതും ഹൊറിസോണ്ടൽ ഫ്ലോർ ആണ്. അപ്പൊ സ്ലോപ്പ് കറക്ഷനും ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, നമുക്ക് അതും ചെയ്യേണ്ടതില്ല. നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ? ഇന്റർഫറൻസ് കറക്ഷൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ കിട്ടിയ വാല്യൂവിന് കറക്ഷൻ കൊടുക്കുവാണ്. കറക്ഷൻ ഡ്യൂ ടു ഡൗൺ സ്ട്രീം ഫൈൽ ഇന്റർഫറൻസ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ കറക്ഷന് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ, ഫോർ ഇന്റർഫറൻസിന് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വിൽ ബി ഈക്വൽ ടു 19 into root of d. What is d? d is depth of the pile. ഏത് പൈലാണ്? സെക്കൻഡ് പൈൽ. സെക്കൻഡ് പൈലിന്റെ ഡെപ്ത് എത്രയാണ്? 5 meter. ഓർത്ത് വെക്കുക, ഇവിടെ d എന്ന് പറയുന്നത് സെക്കൻഡ് പൈലാണ്. സോ 5 meter divided by b dash. So what is b dash? b dash is the distance between the two piles. Distance between two piles is 16 meter. ഇവിടെ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയറും 16 meter ആണ്. രണ്ട് പൈൽ തമ്മിലെ ഡിഫറൻസും എന്താണ്? 16 meter ആണ്. പക്ഷെ ഓർക്കുക, ഈ 16 എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെറ്റ് പൈൽ. അതായത് ഈ 1 and 2 എന്നുള്ള തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് 16. ഓക്കെ, into d plus, what is d here? This is depth of first pile. So 4 plus 5 divided by, and here b is total width, total distance of the wire, 16. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ഇത് രണ്ടും എന്താണെന്ന് തെറ്റിക്കരുത്. അത് വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. and this will be equal to positive 6%. ഇവിടെ പോസിറ്റീവ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് പൈൽ, നമ്മൾ ഫസ്റ്റ് പൈലിലാണ് കറക്ഷൻ കൊടുക്കുന്നത്. ഫസ്റ്റ് പൈലിന്റെ എടുക്കുവാണെങ്കിൽ EDC. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഫ്ലോ ഡയറക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് അതിന്റെ റിയർ സൈഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് പൈലിൽ എപ്പോഴും കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് സെക്കൻഡ് പൈലിലാണെങ്കിൽ ഫ്ലോ ഡയറക്ഷന്റെ ഫോർവേഡ് ഡയറക്ഷനിലാണ് ഈ പോയിന്റ്സ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് എപ്പോഴും നെഗറ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക. സോ here the correction will be positive. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ പ്രഷർ 5C1 കറക്റ്റ് ചെയ്ത് കിട്ടുന്നത് എത്രയായിരിക്കും? let the 5C1 will be equal to, നമുക്ക് കിട്ടിയിരിക്കുന്നത് 57% ആണ്. so 57% plus 6%. so this will be equal to 63% of head ആണ്. 63% of head എത്രയാണ് ശരിക്കും? 2.5 meter ആണ്. അപ്പോൾ in terms of head നമ്മൾ കൊടുക്കുകയാണെങ്കിൽ PC1 will be equal to 63% of 2.5. that will be equal to 1.575 meter. ഇങ്ങനെയാണ് pressure head of point C1 inner face of the pile കണ്ടുപിടിക്കുക. ഇനി ഇതേപോലെ എന്ത് ചെയ്യണം? സെക്കൻഡ് പൈലിന്റെയും ചെയ്യണം. സെക്കൻഡ് പൈലിന്റെ ആദ്യം ഗ്രാഫിൽ നിന്ന് അപ്ലിഫ്റ്റ് പ്രഷർ അറ്റ് E1, അതാണ് E2, അതാണല്ലോ ഇന്നർ ഫേസ്. E2ന്റെ കണ്ടുപിടിച്ചിട്ട് അതിനും കറക്ഷൻസ് കണ്ടുപിടിച്ചിട്ട് ഫൈനൽ പ്രഷർ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം സെക്കൻഡ് പൈലിന്റെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഹിയർ സെക്കൻഡ് പൈലിന്റെ ഡെപ്ത് 5 meter ആണ്. അപ്പോൾ ഇത് D equal to D2 എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. B എന്താണ്? 16 meter ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആൽഫ കണ്ടുപിടിക്കണം. സോ ആൽഫ equal to B by D ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 16/5 or this is equal to 3.2. നമുക്ക് ഗ്രാഫിൽ പക്ഷേ 1 alpha ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഡയറക്റ്റ്ലി 1 alpha എടുക്കുന്നു. 1 alpha 1/3.2 will be equal to 0.3125. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? 5E2. അപ്പോൾ 5E2 എങ്ങനെയാണ് കോസ്ല കർവ് ഫോർ ഡൗൺ സ്ട്രീം പൈലിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. So this is how you have to find out 5
E2. phi E2 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്കിവിടെ phi E കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 1/alpha എത്രയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, 0.3125. അതിലേക്ക് നമ്മൾ ആദ്യം വെർട്ടിക്കൽ ലൈൻ കൊടുക്കുക, നേരെ phi E യിലേക്ക്. അപ്പോൾ phi E യിലേക്ക് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ എത്ര കിട്ടും, നമുക്ക് ഏകദേശം ഒരു 47 അല്ലെങ്കിൽ ഒരു 48 എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. സോ ദിസ് വാല്യൂ ഈസ് 48. സോ അങ്ങനെയാണ് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ phi E കണ്ടുപിടിക്കുക. ഇനി ഈവൻ phi E, ഇതാണ് phi E യുടെ ഇക്വേഷൻ, phi E is equal to 48. ഇനി മെത്തേഡ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് തിയറി പോർഷൻ ചോദിച്ചു കഴിഞ്ഞാലും യു ക്യാൻ ഡയറക്ട്ലി കോപ്പി ഇക്വേഷൻസ് ഫ്രം ഹിയർ. ഇവിടെ ഡയറക്ട്ലി തന്നിട്ടുണ്ട്, അത്തരത്തിൽ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് phi E കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ അവിടെ ഇക്വേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ആഡ് അപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. Okay, so this is how you have to find out phi E2. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്ഷൻസ് ചെയ്ത് കൊടുക്കണം. ഏത് കറക്ഷൻസ് ഡ്യൂ ടു ഇൻഡിഫറൻസ് ഓഫ് പൈൽ 1, അതിന്റെ അഡ്ജസന്റ് ആയിട്ട് ആ പൈൽ 1 ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ കറക്ഷൻസ് ഒന്ന് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ വേണ്ടി ഇക്വേഷൻസ് യൂസ് ചെയ്യാണ്, കറക്ഷന്റെ ഇക്വേഷൻ. സോ 19 into root of നമുക്ക് d/d. അപ്പോൾ ഇവിടെ d ഏതാണ്, നമ്മൾ ഏതിന്റെ ഇൻഡിഫറൻസ് ഡ്യൂ ടു പൈൽ 1 ആണ് ചെയ്യുന്നത്. അപ്പോൾ പൈൽ 1ന്റെ ഡെപ്ത് ആണ് ഇവിടെ ഏറ്റവും ആദ്യത്തെ ക്യാപിറ്റൽ D ആയിട്ട് കൊടുക്കുന്നത്. സോ 4 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പൈൽസ്, അത് എത്രയാണ്, 16 മീറ്റർ, ഇൻറ്റു d പ്ലസ് d. അപ്പോൾ സ്മോൾ d എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആയി മാറും, പ്ലസ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 4 ആയി മാറും, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 16, എൻറ്റയർ ഡിസ്റ്റൻസ് ഓഫ് ദി വയർ 16. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 5.3% എന്ന് വരും. ഇത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് കൊടുക്കാം, കാരണം റിയർ സൈഡിൽ ഇത് ഫോർവേഡ് ഡയറക്ഷനിലാണ് നമ്മുടെ ഈ പോയിന്റ് കിടക്കുന്നത് കൊണ്ട് തന്നെ, E2 എന്നുള്ള പോയിന്റ് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് കറക്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ തരത്തിൽ നെഗറ്റീവ് കറക്ഷൻ കൊടുത്തു കഴിഞ്ഞ് അത് ഇതിലേക്ക് ആഡ് അപ്പ് ചെയ്ത് കൊടുക്കുക. സോ phi E2 will be equal to 48 minus 5.3%. So this will be equal to 42.7%. Okay. അപ്പോൾ ഇതാണ് ടോട്ടൽ അപ്ലിഫ്റ്റ് പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഹെഡ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഹെഡിലല്ലാതെ ഇൻ ടേംസ് ഓഫ് ഹെഡ് തന്നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, PE is equal to 42.7 into 2.5 divided by 100 ചെയ്യാം. So that answer will be equal to 1.06 meter. Okay, so this is the uplift pressure at point E2. അപ്പോൾ എത്തരത്തിലാണ് രണ്ട് പോയിന്റ്, നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക്കലി രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് പ്രോബ്ലം ആണ്. ഓക്കെ, നമ്മൾ ആകെ ഇവിടെ എന്താ ചെയ്യുന്നത്, അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിച്ചിട്ട് ഇന്റർഫറൻസ് കറക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വരുമ്പോഴും എത്തരത്തിലുള്ള കറക്ഷൻസ് ആണ് അവിടെ വേണ്ടത്, അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി തിക്നെസിന്റെ കറക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാനുണ്ട്, അതേപോലെ സ്ലോപ്പ് വരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാനുണ്ട്. അത് അത്തരത്തിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം.